കർണാടകയിലെ ചിക്കമംഗളൂരു പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന മലനിരകൾ. എന്നാൽ ഇന്ന് സുന്ദരതയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് കേരളത്തെ മുഴുവനും നൊമ്പരപ്പെടുത്തുന്ന ഒരു ദാരുണ വാർത്തയാണ്. ചിക്കമംഗളൂരിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ പാലക്കാട് സ്വദേശിനിയായ ഒരു കൗമാരക്കാരിയുടെ അന്ത്യമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനിയായ രമേശ് രോഹിണി ദമ്പതികളുടെ 15 വയസ്സുകാരിയായ മകൾ ശ്രീനന്ദ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടിയാണ് ശ്രീനന്ദ ഈ യാത്രയിൽ പങ്കെടുത്തത്. ഏകദേശം 40 പേരടങ്ങുന്ന വലിയൊരു സംഘമായിട്ടാണ് യാത്ര. സന്തോഷവും ചിരിയും നിറഞ്ഞൊരു യാത്ര. എന്നാൽ ആ യാത്ര ഒടുവിൽ ഒരു ദുരന്തത്തിലേക്ക് മാറുമെന്ന് ആരും കരുതിയില്ല. ഈ കുടുംബം ആദ്യം സന്ദർശിച്ചത് ഹംപിയായിരുന്നു. അവിടെ നിന്ന് യാത്ര തുടർന്നാണ് അവർ ബാബ ബുദ്ധാങ്കിരി മലനിരകളിലേക്ക് എത്തിയത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈയൊരു പ്രദേശം ഏകദേശം 1895 മീറ്റർ ഉയരമുള്ള മനോഹരമായ മലനിരകൾ. ഇവ ട്രക്കിങ്ങിനും സാഹസിക സഞ്ചാരത്തിനും ഏറെ പ്രശസ്തമായ ഇടമാണ്. എന്നാൽ ഈ സൗന്ദര്യത്തിനൊപ്പം അപകടവും ഒളിഞ്ഞിരിപ്പുണ്ട്. കുത്തനെയുള്ള ചെരിവുകൾ, ആഴമേറിയ കൊക്കകൾ, മൂടൽ മഞ്ഞ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഒറ്റ തെറ്റായ ഒരു ചുവട് പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈയൊരു സംഘം മാണിക്യാധാര വ്യൂ പോയിന്റിലേക്ക് എത്തുന്നു. വളരെ തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രം. അവിടേക്ക് ആളുകൾ വരുന്നു, പോകുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു. ആ നിമിഷങ്ങളെല്ലാം വളരെ സാധാരണമായിരുന്നു. വൈകിട്ട് 5:20 അവർ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ആ ചിത്രത്തിൽ ശ്രീനന്ദ തന്റെ കുടുംബത്തോടൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് വ്യക്തമായി കാണാം. ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും അവിടെ ഇല്ല. എല്ലാം സാധാരണ. പക്ഷേ കൃത്യം ഒരു 15 മിനിറ്റുകൾക്ക് ശേഷം 5:35 എടുത്ത ചിത്രങ്ങളിൽ ശ്രീനന്ദ ഇല്ല. 40 പേരടങ്ങുന്ന സംഘത്തിനിടയിൽ നിന്ന്, അതും അത്ര തിരക്കേറിയ ഒരു സ്ഥലത്ത് നിന്ന് വെറും 15 മിനിറ്റിനുള്ളിൽ ഒരു പെൺകുട്ടി അപ്രത്യക്ഷമാകുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ദുരൂഹത. ആദ്യമായി കരുതിയത് കൂട്ടം തെറ്റിയിരിക്കാം എന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ചുറ്റുമൊക്കെ തിരഞ്ഞു. എന്നാൽ എവിടെയും കണ്ടെത്താനായില്ല. സമയം കടന്നു പോകും തോറും ആശങ്ക കൂടി. ഇതോടെ പോലീസിനും വനംവകുപ്പിനുമെല്ലാം വിവരം അറിയിച്ചു. ചിക്കമംഗളൂരു പോലീസിന്റെ നേതൃത്വത്തിൽ വൻ തിരച്ചിൽ ആരംഭിച്ചു. രാത്രി ഒട്ടാകെ നീണ്ടുനിന്ന തിരച്ചിൽ. തെർമൽ ഡ്രോണുകൾ, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേന, നാട്ടുകാർ എല്ലാവരും ചേർന്ന് മലനിരകളും കാടുകളും അരിച്ചുവിറക്കി. പക്ഷെ ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അത് തിരച്ചിലിന് വലിയ വെല്ലുവിളിയായിരുന്നു. കൊടും കാട്, കുത്തനെയുള്ള മലനിരകൾ, മൂടൽ മഞ്ഞ്. ദിശ തെറ്റിപ്പോകാൻ വളരെ എളുപ്പം. ഓരോ നിമിഷവും ഭീതിയും അനിശ്ചിതത്വവും കൂടി. ഈ സമയത്താണ് വിവിധ സംശയങ്ങൾ ഉയർന്നത്. അബദ്ധത്തിൽ കാൽവഴുതി എങ്ങാനും വീണിട്ടുണ്ടാകുമോ? വന്യമൃഗങ്ങൾ ആക്രമിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ കുടുംബം ശക്തമായി ഉന്നയിച്ചത് തട്ടിക്കൊണ്ടുപോകൽ സാധ്യതയാണ്. ഹംപിയിൽ നിന്ന് യാത്ര തുടങ്ങിയത് മുതൽ ആരെങ്കിലും ഇവരെ പിന്തുടർന്നിരുന്നോ എന്നുള്ളതും അന്വേഷണ പരിധിയിൽ വന്നു. പിന്നീട് അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞത് തൻ്റെ മകൾ ഒരിക്കലും തനിയെ എവിടെയും പോകില്ല എന്നായിരുന്നു. അതേസമയം പോലീസ് പറയുന്നത് ആ പ്രദേശം തട്ടിക്കൊണ്ടുപോകൽ സാധ്യത കുറവുള്ള ഒരു പ്രദേശമാണ്. കാരണം തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആളുകൾ നിരന്തരം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആരുടെയും കണ്ണുവെട്ടിച്ച് ഒരാളെ തട്ടിക്കൊണ്ടു പോവുക പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. എന്നാൽ അതേസമയം ഒരു കുട്ടി വെറും 15 മിനിറ്റിനുള്ളിൽ അപ്രത്യക്ഷമാകുന്നത് യാദൃശ്ചികമല്ല എന്നൊരു സംശയവും നിലനിന്നു. തിരച്ചിൽ വീണ്ടും വീണ്ടും തുടർന്നു. മണിക്കൂറുകൾ കടന്നുപോയി, ദിവസങ്ങളും കടന്നുപോയി. അങ്ങനെ 4 ദിവസമായി. ഇതിനിടയിൽ മറ്റൊരു ആശങ്കയും ഉയർന്നു. വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാടിന്റെ ഉള്ളറകളിൽ മനുഷ്യരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ അപൂർവമല്ല. എന്നാൽ അതിന് തെളിവുകളൊന്നും ആദ്യം ലഭിച്ചില്ല. അതേസമയം ആ പ്രദേശത്തെ കുത്തനെയുള്ള കൊക്കകൾ അത് വലിയ അപകട സാധ്യതയാണ്. അവിടെ ചെറിയൊരു അബദ്ധം സംഭവിച്ചാൽ ഒരു സെൽഫി എടുക്കാനുള്ള ഒരു ശ്രമം മാത്രം മതി. ഒരു ചുവട് തെറ്റിയാൽ അത്രമാത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. നമ്മളും ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ വലിയൊരു തിരച്ചിലിനൊടുവിൽ അവസാനം 4ാം ദിവസമാണ് നിർണായകമായൊരു കണ്ടെത്തലുണ്ടായത്. തെർമൽ ഡ്രോണുകളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മാണിക്യാധാര വ്യൂ പോയിന്റിന് താഴെ ഏകദേശം 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. അത് മറ്റാരുടേതുമല്ല, ശ്രീനന്ദയുടേതായിരുന്നു. 4 ദിവസമായി മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ഒരു കുടുംബം. ആ പ്രതീക്ഷകൾ ഒറ്റ നിമിഷത്തിൽ തകർന്നു. ഇപ്പോൾ പോലീസ് പ്രാഥമികമായി കാണുന്നത് ഒരു അപകട സാധ്യതയിലേക്കാണ്. വ്യൂ പോയിന്റിന് സമീപമുള്ള ചെങ്കുത്തായ മലനിരകളിൽ നിന്നും സെൽഫി എടുക്കുന്നതിനിടെ അല്ലെങ്കിൽ ചെറിയൊരു അബദ്ധത്തിലോ കാൽവഴുതി വീണിട്ടുണ്ടാകാമെന്നവർ കരുതുന്നു. എന്നാൽ ഈ കേസിലെ ദുരൂഹത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.
ആ 15 മിനിറ്റിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ഇത്രയും വൈകി മൃതദേഹം കണ്ടെത്തി? ഈ 4 ദിവസത്തിനിടെ അവിടെ തിരച്ചിൽ നടത്തിയില്ലേ? മൃതദേഹം കണ്ടെത്തിയപ്പോൾ പെൺകുട്ടിയുടെ മുഖം വികൃതമായിരുന്നു, വസ്ത്രമെല്ലാം കീറിയ നിലയിലായിരുന്നു. ഇതിന് കാരണം എന്ത്? ഈയൊരു മരണത്തിന് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തുടർന്നുള്ള അന്വേഷണത്തിലും മാത്രമേ നൽകാൻ കഴിയൂ. ഇതോടൊപ്പം അടുത്തിടെ നടന്ന മറ്റ് സംഭവങ്ങളും ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അതായത് ഈ മലനിരകളിലും കാടുകളിലും ട്രക്കിങ്ങിനിടെ ആളുകൾ കൂട്ടം തെറ്റുക, ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുക, ചിലപ്പോൾ സുരക്ഷിതമായി തിരിച്ചു വരുന്നത്, ചിലപ്പോൾ ദുരന്തമായി മാറുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഒരേ ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്: ഈ വനമേഖലകളിൽ ശരിക്കും എന്താണ് നടക്കുന്നത്? എന്തായാലും ശ്രീനന്ദയുടെ ഒരു ദുരന്തം ഒരു കുടുംബത്തിൻ്റെ മാത്രം വേദനയല്ല, നമുക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് മലനിരകളും കാടുകളും, അവിടേക്ക് പോകുമ്പോൾ ഒരു നിമിഷം പോലും ജാഗ്രത കൈവിടാൻ പാടില്ല. കാരണം ചിലപ്പോൾ ഒരു ചെറിയ അബദ്ധം പോലും ജീവിതം മുഴുവനും മാറ്റിമറിച്ചേക്കാം. ഇപ്പോൾ നിങ്ങൾ പറയുക, ശ്രീനന്ദയുടെ മരണത്തിന് പിന്നിൽ ഒരു അപകടമായിരിക്കുമോ? അല്ലെങ്കിൽ ആർക്കും അറിയാത്ത മറ്റെന്തെങ്കിലും നിഗൂഢ രഹസ്യം ഇതിന് പിന്നിൽ ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഏറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുള്ള കോണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? അത് കമൻറ്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.